ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മൾ തറവാട്ടിൽ പോയപ്പോൾ വെറുതെ ഒന്ന് എടുത്തതാട്ടോ. അപ്പോൾ ആ മുരുകൻ്റെ കൊമ്പിൽ 2 തത്തമ്മ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തതാണ്, പക്ഷേ ശരിക്കും അങ്ങോട്ട് കാണണമെന്നില്ല, പച്ചപ്പായതുകൊണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും മോനും ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ 4 മണിക്കത്തെ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ നമ്മൾ മഗ്‌രിബ് നേരമായപ്പോൾ ഒരു നോടി ചായയും കുറച്ച് അവിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണികളൊന്നും ഇല്ല. അപ്പോൾ മോനും അവനും അവിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കുറച്ച് അവിലൊക്കെ എടുത്ത് കൊടുത്ത് ഞാനും അവനും ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവന് ഓരോരോ കോമഡിയും ഞാനിങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചപ്പോൾ അവനെ കളിയാക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഇല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, നമ്മളായിട്ട് നല്ല ഷോപ്പിംഗ് ആണ് കേട്ടോ. ഏട്ടന്മാരും വാപ്പയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ കുറേ സ്കൂൾ പൂട്ടിയത് കാരണം റെസ്റ്റ് കൊടുത്തിക്കണം കേട്ടോ, പഠിക്കാനൊന്നുമില്ല. അപ്പോൾ നിസ്കാരം ഓത്തും ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇരുത്തുകയാണ്. അപ്പോൾ ഓതുമൊക്കെ ചെയ്യൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിങ്ങനെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മളെ കാക്ക ഒരു പണിയായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, അപ്പോൾ രാത്രി അവിടെയൊക്കെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ടൗണിൽ നല്ല അടിപൊളി മത്തിയും അയിലയും പല മീനും. അപ്പോൾ നല്ല അടിപൊളി മീനാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നല്ല അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് നമുക്ക് വലിയ കൂട്ടാനും കറികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉച്ചക്കൊക്കെ തലേ ദിവസത്തെ മോരും കറി, അതുപോലെ കിഴങ്ങും വഴുതിരിങ്ങ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടുകറി പോലെ ഉപ്പേരിക്കറി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ രാത്രിക്ക് എന്താ കൂട്ടാനെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കാക്ക മീനൊക്കെ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ നല്ല അയിലായിരുന്നു, നല്ല ചോരയുള്ള അയില കേട്ടോ. ചിലപ്പോൾ ഈ വൈകുന്നേരം വാങ്ങണ മീനൊന്നും കൊള്ളൂല കേട്ടോ. പക്ഷേ ഇത് നല്ല മീനായിരുന്നു, നല്ല നെയ്യൊക്കെ ഉള്ള മീൻ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നന്നാക്കി നമുക്ക് കുറച്ച് പുളിയിടണം, കുറച്ച് വറക്കും വേണം കേട്ടോ. അപ്പോൾ ഒരു രാത്രിക്കൊക്കെ മാത്രമുള്ളത് പുളിയിടണം കേട്ടോ. ഒരുപാട് കറിയൊന്നും ആക്കി ഇങ്ങനെ വെക്കണില്ല. അപ്പോഴത്തേനും മറ്റവന് വിശപ്പ് തുടങ്ങിയിട്ടോ. ഇപ്പോൾ ചായ അവലും കുടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇതാ വിശപ്പ് തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ചോറില്ല, ഇനി നാളെ ചോറൊക്കെ തരുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആ ബിസ്ക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞമ്മക്കും തൊള്ളിക്കൊക്കെ ഇങ്ങനെ വെച്ച് തരും കേട്ടോ. അങ്ങനെ എന്ത് കഴിക്കുകയാണെങ്കിലും തരും കേട്ടോ. അങ്ങനെ തരായിക അങ്ങനത്തെ ഒരു ഇതില്ല, ആർക്കും കൊടുക്കണ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കണം. അപ്പോൾ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ഇതാ വെച്ച് ചൂടാവട്ടെ. രാത്രി ആവുകൊണ്ട് ചിലപ്പോൾ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വീഡിയോ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ചൂടായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ തന്നിട്ട് ചായ കേട്ടോ മുന്നിൽ. അപ്പോൾ ചായ ഇങ്ങനെ മുന്നിലിങ്ങനെ കാണുമ്പോൾ ഒരു പൂതി തോന്നും കേട്ടോ, അതിങ്ങനെ എടുത്ത് കുടിക്കാൻ തോന്നും. അപ്പോൾ കട്ടൻ ചായ ഒരുപാട് കുടിക്കരുത്, എല്ലാവരും ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്കത് കുടിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കട്ടൻ ചായയാണ് നമ്മളെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ എന്തൊരു നേരം ഭക്ഷണം ഇല്ലെങ്കിലും ചായ അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ. ചായ കിട്ടിയില്ലെങ്കിൽ ഒരു തലവേദനയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ ഒരു ഇഞ്ചിയ വെളുത്തുള്ളി അങ്ങനെ കടുകോ പിന്നെ ഇതോ ഒന്നും ഇടണം കേട്ടോ. നല്ലൊരു പുളി ഇടാനാട്ടോ ഉദ്ദേശിക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഫുള്ള് പച്ചക്കറിയല്ലേ, സാമ്പാറായിട്ടും അവിയലായിട്ടും അതായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ലൊരു പുളിയൊക്കെ ഒഴിച്ച് നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ളൊരു കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് ചോറ്, ഉച്ചക്കത്തെ ചോറ് കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ചോറ് വെക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി കുക്കറിലിട്ടിട്ട് കറണ്ട് അടുപ്പിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അവിടെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി വെക്കണത് ഒരു ഉലുവയും കടുകൊന്നും പൊട്ടിക്കാതെ കേട്ടോ. മുളക് ഇടൂല നമ്മൾ, മത്തി മുളക് ഇടുക, അതുപോലെ അയില മുളക് ഇടുക അറിയില്ല. അപ്പോൾ ആ ഒരു മുളക് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒന്ന് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞളും അതുപോലെ തന്നെ മല്ലിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് വേകണം കേട്ടോ. എണ്ണയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ആ മഞ്ഞളും മുളകും പൊടി അതിൻ്റെയൊക്കെ കളർ ഇങ്ങനെ എണ്ണയിൽ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതാട്ടോ കുറച്ച് പുളിയൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ കാക്കേൻ്റെ കൊച്ചുണ്ടാവും കേട്ടോ, പുറത്തിരുന്ന് ഇങ്ങനെ വോയിസ് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളിതാ പുളിവെള്ളമൊക്കെ നല്ലതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നീട്ടി കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ വെള്ളം പോലെയാവും. അപ്പോൾ പാകത്തിന് കേട്ടോ, ഒരു ചെറിയൊരു ലൂസും കുറഞ്ഞനെയും കൂടി അങ്ങനെ കൂടി രണ്ടും പാടെ ആയ ഒരു കറി കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മീൻ ഞാൻ എന്തായാലും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയിലൊക്കെ വന്നതിന് ശേഷം ഞാനിതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചുവന്നൊരു കറി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചിങ്ങനെ ചോറുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം മതി, നമുക്ക് ചോറ് പൊരിച്ച് ഒന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മക്കളും നമ്മളെ കാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ചോറൊക്കെ വിളമ്പാണ്. ഇത് ഞാൻ പറഞ്ഞ മോരും കറി കേട്ടോ, തലേ ദിവസത്തെ കുറച്ച് മോരും കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിഴങ്ങും വഴുതനങ്ങയും അതുപോലെ വാഴക്കൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരിച്ചാറ് പോലെ വെച്ചതാട്ടോ ഉച്ചക്ക്. അത് ഞങ്ങൾ പാലക്കാട്ടുകാരെ ഒരു സ്പെഷ്യൽ കറി കേട്ടോ. നമ്മൾ നൂറത്താൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുളിച്ചാറും അതുപോലെ തന്നെ നമ്മളെ കിഴങ്ങും ഉരുളക്കിഴങ്ങും വഴുതനങ്ങയൊക്കെ ഇട്ടിട്ടൊരു കൂട്ടുകറി, ഒരു പേരിക്കറി എന്ന് പറയില്ല. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അങ്ങനെ നമ്മുടെ മീൻപൊരിയും കറിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ മക്കൾക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയവന് ഭയങ്കര വാശിട്ടോ, അപ്പോൾ അവന് മീൻ വേണ്ടാന്നായി. ഇതൊക്കെ ചെയ്തിങ്ങനെ ചോറൊക്കെ വിളമ്പി ഇരിക്കണ വരെ അവനൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവന് മുട്ട പൊരിച്ച് കൊടുക്കണമെന്നായിട്ടോ. അപ്പോൾ ചോറ് കഴിക്കണില്ല, എനിക്ക് ചോറ്, ഞാൻ മുട്ട അല്ലാതെ ഞാൻ ചോറ് തിന്നില്ല പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ അവൻ്റെ വാശി, പിന്നെ വാശി കാട്ടിയാൽ പിന്നെ അത് സാധിക്കുമല്ലോ. മക്കൾ വാശി കാട്ടി അങ്ങനെ ഇരുന്ന് ചോറ് കഴിക്കാൻ നമുക്കൊരു ഇടങ്ങേറല്ലേ. അങ്ങനെ ഞാൻ എന്തായാലും ഒരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്ത് കേട്ടോ. മോരും കറി മുട്ടയും കൂട്ടിയിട്ടാണ് അവൻ കഴിച്ചത്. മീൻ കറിയോ മീൻ പൊരിച്ചതൊന്നും അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് രാവിലത്തെ ഒരു കുറച്ച് വിശേഷം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ഇന്നലത്തെ മീൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെച്ചേക്കണ്. പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കിക്കണം കേട്ടോ. പുട്ടും കുറച്ച് മീൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അതാ കുറച്ച് ബാക്കി പുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കൂട്ടാൻ നല്ല അടിപൊളി ചേമ്പും കറി അതുപോലെ പാർട്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നല്ലൊരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇതാ കുക്കറിൽ നമ്മൾ നല്ല ചിക്കൻ പാർട്സൊക്കെ കറക്റ്റ് മസാലയൊക്കെ തേച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മൺചട്ടിയിൽ ചേമ്പ്, ചെറു ചേമ്പാട്ടോ, കുഞ്ഞ ചേമ്പുണ്ടല്ലോ, അത് ഇട്ടിട്ട് ഒരു മോര് കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കട്ട് ചെയ്ത് ഒക്കെ ഇതാ വേഗം വെച്ചിട്ടുണ്ട്. ഇനിയുള്ള അതിലേക്കുള്ള അരപ്പൊക്കെ അരക്കണം. തേങ്ങയും കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ കുറച്ച് തൈരും അടിച്ചിട്ട് അങ്ങനെ കലക്കി പാരാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പൊക്കെ തിളക്കണുള്ളൂ കേട്ടോ. നല്ല തിളച്ച് നല്ല ഒരു 2-3 തിളക്കൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ചേമ്പൊക്കെ നല്ല വെന്ത് അടിപൊളി കുറുകിയ ചാറായിക്കണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനും. പിന്നെ ഇതാ മോരും അതുപോലെ തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. ഇതിക്ക് നമുക്ക് വല്ല ബീഫ് വരട്ടിയതോ അതുപോലെ ചിക്കൻ മുരിച്ചതോ അതുപോലെ ഇതുപോലെ പാർട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസം തന്നെ കേട്ടോ. അപ്പോൾ പാർട്സൊക്കെ അതാ നമ്മൾ കുരുമുളകും ജീരകവും ഒക്കെ ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. മസാല പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും മറ്റേ പൊടികളൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫല്ല ചിക്കൻ പാർട്സും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അധികം നേരമൊന്നും ഗ്യാസിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി ഒക്കെ സെറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.